ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എന്നെ മറന്നിട്ടൊന്നുമില്ലല്ലോ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര തണുപ്പായിരുന്നു കഴിഞ്ഞ ഒരു 2-3 ആഴ്ചയായിട്ട്. 2-3 ആഴ്ചയല്ല, അതിന് മുന്നേ തന്നെ. പക്ഷേ എക്സ്ട്രീം തണുപ്പായിരുന്നു കഴിഞ്ഞ 2 വീക്സ് ആയിട്ട്. ഇന്ന് കുറച്ച് നല്ല വെതറായിട്ടുണ്ട്, പുറത്ത് നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് ഷോപ്പിങ്ങിന് പോകാമെന്ന്. അപ്പോൾ അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കോസ്കോയിൽ പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. നമ്മളാണെന്നുണ്ടെങ്കിൽ കുറേ നാൾക്ക് ശേഷമാണ് ഒരു ലോങ് വ്ളോഗിൽ കൂടെ കാണുന്നത്. കാരണം ഞാനിപ്പം ഫ്രീക്വൻ്റ് ആയിട്ട് ഷോർട്സ് ആയിരുന്നു ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലോങ് വീഡിയോ എടുക്കാൻ മടിയായിരുന്നു, പിന്നെ എടുക്കാനുള്ള ടൈമും ഉണ്ടായിരുന്നില്ല. ഇന്ന് എന്തായാലും അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അങ്ങനെ നമ്മളിതാ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പോട്ട് കിട്ടിയത്. അങ്ങനെ കാറൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കോസ്കോയിലേക്ക് നടക്കുകയാണ്. എനിക്കറിയാൻ പാടില്ല, എന്ന് വന്നാലും ഞാൻ ഇതുവരെ ഇവിടെ തിരക്കൊഴിഞ്ഞൊരു സമയം കണ്ടിട്ടില്ല. എപ്പം വന്നാലും ഒടുക്കത്തെ തിരക്കും. പിന്നെ നമ്മൾ ദൂരെ നിന്ന് എവിടുന്നോ ട്രോളി എടുത്തിട്ടാണ് വന്നത്, കാരണം അകത്ത് ട്രോളി ഒന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അകത്ത് കയറി. നമ്മൾ എപ്പോൾ ഷോപ്പിങ്ങിന് പോയാലും ഒരു ലിസ്റ്റ് എഴുതി വെക്കും. പ്രത്യേകിച്ച് കോസ്കോയിൽ വരുന്നതിന് മുന്നേ എന്തായാലും ഒരു ലിസ്റ്റ് മസ്റ്റാണ്. കാരണം നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ കോഴിക്കോട്ടിൽ കുറുക്കൻ കയറിയ അവസ്ഥയാണ്. എന്തെടുക്കണം എന്ന് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും. പിന്നെ കാണുന്നതെല്ലാം നമുക്ക് വാങ്ങിക്കാനും തോന്നും. പിന്നെ ഒരു കാര്യമുണ്ട്, ലിസ്റ്റിലില്ലാത്ത ഐറ്റംസ് വരെ നമ്മൾ വാങ്ങിപ്പോകും. ഇതെന്താ സംഭവം എന്നല്ലേ, ഇവർ യൂഷ്വലി വീക്കെൻഡ്സിൽ ഫുഡ് സാമ്പിൾസ് വെക്കും. നമുക്കത് ടേസ്റ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ നിന്ന് വാങ്ങിക്കാം. അടുത്ത ഐറ്റം അങ്ങനെ ഇന്നത്തെ ഷോപ്പിംഗ് പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. എന്നത്തെയും പോലെ തന്നെ ലിസ്റ്റിൽ ഉള്ളതും ഇല്ലാത്തതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഈ കോസ്കോയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊന്നും തീരത്തില്ലെന്നേ, കാരണം അത്രയും ബൾക്കായിട്ടാണ് നമ്മൾ എടുക്കുന്നതല്ല അവിടെ കിട്ടുന്നത്. അതുകൊണ്ട് നമ്മൾ എല്ലാം ഒന്നും ഇവിടെ നിന്ന് വാങ്ങാറില്ല. കുറച്ച് സാധനങ്ങളൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ പോയിട്ടാണ് വാങ്ങാറുള്ളത്. പക്ഷേ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോക്കനട്ട് ഓയിൽ, നെയ്യ്, അതൊക്കെ ആക്ച്വലി കോസ്കോയിലാണ് കേട്ടോ നല്ല വിലക്കുറവിന് നമുക്ക് അത്യാവശ്യം കൂടുതൽ സാധനം കിട്ടുക. അപ്പോൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വണ്ടി കയറ്റി ഇനി നമുക്ക് വീട്ടിലേക്ക് പോകാം. തളർന്നുപോയി. ആദ്യം ഞാൻ ഇച്ചിരി വെള്ളം കുടിക്കട്ടെ. വെയിറ്റ്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിരിക്കുകയാണ് ഗൈസ്. അയ്യോ, നമുക്കാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഗ്രോസറി ഷോപ്പിങ്ങിൽ വാങ്ങിച്ചെന്ന് കണ്ടാലോ. ആദ്യം ഞാൻ നിങ്ങളെ ഫ്രിഡ്ജിൽ വെക്കുന്ന ഐറ്റംസ് കാണിക്കാം. ഇല്ലെങ്കിൽ അത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ചീത്തയായി പോയാലോ. അപ്പോൾ ആദ്യം അത് കാണിക്കാവേ. ആദ്യം തന്നെ പാല് 1 ക്യാനല്ല 2 ക്യാൻ വാങ്ങിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം പാലിന് നല്ല ചിലവുണ്ട്. ചായയും കോഫിയും ബൂസ്റ്റും ഒക്കെ കുടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കോസ്കോയിൽ നിന്നാണ് പൊതുവേ പാല് വാങ്ങാറ്. നമ്മുടെ നാട്ടിൽ ലിറ്ററിൻ്റെ കണക്കല്ലേ, ഇവിടെ ഒരു ഗാലനിലാണ് ഈ പറയുന്നത്. ഇത് 1 ഗാലൻ, 1 ഗാലൻ്റെയാണ് 1 ക്യാൻ എന്ന് പറയുന്നത്. അതായത് 3.78 ലിറ്റേഴ്സ്. അങ്ങനത്തെ 2 ക്യാൻ വാങ്ങി. നമ്മൾ കോസ്കോയിൽ നിന്നാണ് പൊതുവേ പാല് വാങ്ങാറ്. കോസ്കോയിൽ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വലിയ ക്വാണ്ടിറ്റിയിൽ എന്നാൽ നമുക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലായിരിക്കും കിട്ടുന്നത്. അപ്പം പിന്നെ എന്ന് പോയാലും ഇവിടെ തിരക്കാം. അങ്ങനെ ഞങ്ങൾ എന്തായാലും ഇന്ന് 2 ക്യാൻ പാല് വാങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത ഐറ്റം ഗ്രീക്ക് യോഗേർട്ട്. അവരുടെ തന്നെ ബ്രാൻഡിൻ്റെ കിർക്ക്ലൻഡിൻ്റെ തന്നെ ഗ്രീക്ക് യോഗേർട്ടാണ്. പ്ലെയിൻ നോൺ ഫാറ്റ് യോഗേർട്ട്. ഇതും ആക്ച്വലി അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. ഇത് 3 LBയുടെ, അതായത് 1.36 കിലോഗ്രാം. ഓക്കെ, അതിൻ്റെയാണ്.
അത്രയുണ്ട്. ഇത് ആക്ച്വലി ഇതിന് നല്ല ചിലവുണ്ട് ഇവിടെ. കാരണം നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പം സാലഡ് ഉണ്ടാക്കുന്നത് ഇതുകൊണ്ടാണ്. അല്ലെങ്കിൽ മോരുണ്ടാക്കാൻ ഇത് വേണം. പിന്നെ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചോറ് കഴിക്കുമ്പോൾ തൈരായിട്ടും ഉപയോഗിക്കുന്നത് ഇതാണ്. പിന്നെ സ്മൂത്തി ഉണ്ടാക്കുമ്പം യോഗട്ട് ആഡ് ചെയ്യുമല്ലോ, അതിനും ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഡബ്ബ അങ്ങ് വാങ്ങി. ഇനി അടുത്തത് 50% ക്രീമാണ്, ഫ്രഷ് ക്രീം. ഇത് ആക്ച്വലി ഞാനിപ്പം മറ്റേ ഒരു സാമൺ റെസിപ്പി കണ്ടിട്ട് അങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അതായത് അതിൻ്റെ പേരെന്തായിരുന്നു? ഷടാ പേരൊന്നും, അത് തന്നെ, ടസ്കൻ സാമൺ. എനിക്ക് പെട്ടെന്ന് പേര് കിട്ടിയില്ല. ഓക്കെ, ഇത് ഞാൻ ആക്ച്വലി ഉപയോഗിക്കുന്നത് നമ്മൾ ടസ്കൻ സാമനൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഫ്രഷ് ക്രീം ആഡ് ചെയ്യണം. അപ്പം ഇതാണ് ആഡ് ചെയ്യാറുള്ളത്. പിന്നെ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എന്താണെങ്കിലും പനീർ കറിയിൽ നമുക്കിത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ചന്ന ഉപയോഗിക്കുമ്പം ചന്ന ഉണ്ടാക്കുമ്പോൾ അതിലുപയോഗിക്കാം. അപ്പോൾ ഇതൊരു നല്ല ഐറ്റമാണ്. ഞാനിത് കോസ്കോന്ന് പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട്. അങ്ങനെ ഇതും വാങ്ങി. ടടട്ടടാ, ഇത് ഷ്രിമ്പാണ്. നമ്മുടെ കൊഞ്ചില്ലേ, കൊഞ്ചെന്ന് പറയുന്നവരുണ്ട്, ചെമ്മീന്ന് പറയുന്നവരുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ കൊഞ്ചാണ് കേട്ടോ. ഇത് പക്ഷെ കുറച്ച് വലിയ കൊഞ്ചാണേ. ആക്ച്വലി ഇത് അവരെഴുതിയിട്ടുണ്ട്, ഫാം റേസ്ഡ് റോ ടെയിൽ ഓഫ്. അതായത് ഇതിൻ്റെ എല്ലാം കംപ്ലീറ്റ്ലി ക്ലീൻഡ് ആക്കി കിട്ടുന്ന കൊഞ്ചാണിത്. അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാനും എളുപ്പമാണ്. അപ്പോൾ ഞാനിത് ആക്ച്വലി ഉപയോഗിക്കുന്നത് എന്തെങ്കിലും കൊഞ്ച് കറി വെക്കാനോ അല്ലെങ്കിൽ പ്രോൺസ് ബിരിയാണി വെക്കുമ്പോൾ അതിനെ എടുക്കാറുണ്ട്. അതുകൊണ്ട് ഒരു പാക്കറ്റ് വാങ്ങി. ഈ ഒരു പാക്കറ്റ് എന്ന് പറയുന്നതേ ഏകദേശം 2 പൗണ്ടാണ് കേട്ടോ. 2 പൗണ്ടിൽ ഒരു 40-45 കൊഞ്ചെങ്കിലും കിട്ടും. ഇനി അടുത്തത് സാമൺ. നല്ല കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് തൊലിയൊന്നും ഇല്ലാത്ത, തൊലിയുണ്ടോ? ഇല്ല, തൊലിയില്ലാത്ത സാമനാണ്. ഇത് ഏകദേശം 2.26 പൗണ്ട് ഉണ്ട്. ഇത് $20 കേട്ടോ. അത് ഏകദേശം സൈസിനനുസരിച്ചാണ് ഇവർ ഇതിനകത്ത് വില കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഏകദേശം 2.5 LB ആയതുകൊണ്ട് $20.32 ആയിട്ടുണ്ട് ഈ ഒരു പാക്കറ്റിലുള്ള സാമണിന്. ഇതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട്, കാരണം അവർ ഓൾറെഡി വൃത്തിയാക്കി വെച്ചേക്കുന്നുണ്ട്, നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടങ്ങ് പീസസ് ആക്കി വെട്ടിയെടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ ഞാനിത് കൊണ്ടിട്ട് നമ്മുടെ സാമൺ തേങ്ങ അരച്ച് കറി വെക്കും. പിന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രഷ് ക്രീം നമ്മൾ ഉപയോഗിക്കത്തില്ലേ, അത് ഈ ടസ്കൻ സാമൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഉപയോഗിക്കും. ഇനി അടുത്ത ഐറ്റം ചിക്കൻ സോസേജസ്. ഇത് തട്ടിക്കൂട്ടിന് വേണ്ടി ആക്ച്വലി വാങ്ങിക്കുന്നതാണ്. അറിയാം, ഇത് അത്ര ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ല. പക്ഷേ ഡെയിലി ഒന്നും കഴിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അതിമടിയുള്ള സമയങ്ങളുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും സൺഡേയോ അല്ലെങ്കിൽ സാറ്റർഡേസിലോ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ തട്ടിക്കൂട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന വാങ്ങിച്ചതാണ് ഈ സോസേജസ്. എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ബട്ടറിലൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് ചെറിയ ടൊമാറ്റോസും ഒക്കെ ആയി കഴിഞ്ഞാൽ അന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അങ്ങനെ വാങ്ങിയതാണ് ചിക്കൻ സോസേജസ്. ഇത് വന്നിട്ട് 3 LB ആണ് കേട്ടോ. അതായത് 3 പൗണ്ട്, 1.36 കിലോഗ്രാം. ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഹെൽത്തി അല്ലെങ്കിലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുകൊണ്ട് വാങ്ങിച്ചത്. ഫ്രോസൺ ഐറ്റംസ് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഫ്രൂട്ട് സെക്ഷനിലേക്ക് പോവാം. ഫ്രൂട്ട്സ് എനിക്കിഷ്ടമല്ലാത്തതും എന്നാൽ അക്കുവിന് ഇഷ്ടമായിട്ടുള്ളൊരു സാധനമാണ് ഫ്രൂട്ട്സ്. പക്ഷേ അക്കു എനിക്കും കട്ട് ചെയ്ത് തന്നെ എന്നെയും കൊണ്ട് തീറ്റിപ്പിക്കും. ആക്ച്വലി എനിക്കറിയാം ഫ്രൂട്ട്സ് ഹെൽത്തി ആണെന്നുള്ളത്, പക്ഷേ എന്തോ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ആപ്പിൾ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഫ്രൂട്ടാണ് സ്ട്രോബെറി. അത് ഇവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് ഇത്രയും സ്ട്രോബെറിയോട് ഭയങ്കര ഒരു എന്താ പറയുക ലവായത്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന സ്ട്രോബെറി, നാട്ടിൽ ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ എനിക്ക് നാട്ടിൽ കിട്ടുന്ന സ്ട്രോബെറി കുറച്ച് പുളിയൊക്കെ അല്ലേ. പക്ഷെ ഇവിടുത്തെ അങ്ങനെയല്ല. ഇവിടെ സ്ട്രോബെറി കണ്ടാൽ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഞാൻ കാണിക്കാം, വെയിറ്റ് ചെയ്യേ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രോബെറി. കണ്ടപ്പം തന്നെ കഴിക്കാൻ തോന്നുന്നില്ല ഗൈസ്. നല്ല ചുമയല്ല, പിങ്ക് കളറിൽ ഇരിക്കുന്ന നല്ല ഫ്രഷ് സ്ട്രോബെറീസ്. ഇത് അവർ ഫാമിൽ നിന്ന് അപ്പം തന്നെ പിക്ക് ചെയ്തിട്ട് പാക്ക് ചെയ്ത് കൊടുത്തു വിടുന്നതാണ്.
അപ്പോൾ അങ്ങനെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറി കണ്ടപ്പം അത് വാങ്ങി. ഒരിടയ്ക്ക് വെച്ച് സ്ട്രോബെറി ചീത്തയായിരുന്നു വരുന്നതെല്ലാം, പക്ഷെ ഇപ്പോൾ വീണ്ടും കുറച്ച് നാളായിട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് വരുന്നുണ്ട്. ഞാൻ അതൊന്ന് തുറന്ന് കാണിച്ചു തരാമേ. നോക്ക്, ഒരു സ്ട്രോബെറിയുടെ സൈസ് അത് നോക്ക്. നമുക്ക് കണ്ട അപ്പം തന്നെ കഴിക്കാനും തോന്നും, പക്ഷെ കഴുകിയിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇത് ഏകദേശം 2 പൗണ്ട് ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പാക്ക് സ്ട്രോബെറി എടുത്തിരിക്കുകയാണ്, ഒരു ബോക്സ് സ്ട്രോബെറി എടുത്തിരിക്കുകയാണ്. അടുത്തത് എൻ്റെ ശത്രു ആപ്പിൾ. കണ്ടാൽ നല്ല ക്യൂട്ട് പാക്കിങ്ങിലൊക്കെയാണ് നമുക്ക് മിക്കി മൗസിൻ്റെ പാക്കറ്റിലാണ് ആപ്പിൾ വെച്ചിരിക്കുന്നത്. ഇത് ആക്ച്വലി ഗാല ആപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ആപ്പിളാണ്. ഇത് വന്നിട്ട് 3 LB ആണേ. ഇതാ 3 പൗണ്ട്. 2 പാക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രൂട്ട് ഓറഞ്ച്. ആക്ച്വലി ഇതിനെ ഓറഞ്ചസ് എന്നല്ല ഇവിടെ പറയുന്ന, മാൻഡ്രിൻസ് എന്നാണ്. അതായത് കുഞ്ഞു ഓറഞ്ചുകളുണ്ടല്ലോ, അവരാണിത്. ഇതാ ഏകദേശം ഇത്രയേ ഉള്ളൂ അതിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു പാക്കറ്റ് 3 പൗണ്ട് ഉണ്ട്. 3 പൗണ്ടാണ് ഈ ഒരു ഓറഞ്ച് ഉള്ളത്. അപ്പോൾ നല്ല ഓറഞ്ച് കണ്ടപ്പം അവിടെ നിന്ന് പൊക്കി. ഇത് ആക്ച്വലി നല്ല സ്വീറ്റ് ആണ് കേട്ടോ, നല്ല ജ്യൂസിയാണ്, നല്ല സ്വീറ്റ് ആണ്. പക്ഷെ ഞാൻ നേരത്തെ സ്ട്രോബെറിയുടെ കാര്യം പറഞ്ഞ പോലെ ഇതും ഒരിടയ്ക്ക് കുറച്ച് മോശമായിരുന്നു. അപ്പോൾ ഒരിടയ്ക്ക് വാങ്ങത്തേ ഉണ്ടായിരുന്നില്ല. ഇപ്പം നല്ലത് കണ്ടപ്പോൾ വാങ്ങിയതാണ്. ഇനി അടുത്തത് ഗ്രേപ്സ് ആണ്, പച്ചമുന്തിരിങ്ങ. എനിക്കും അക്കുനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പച്ചമുന്തിരി. ഇത് സീഡ്ലെസ് ആണ്, അതിനും മടിയാണ് കുരു കളയാൻ വരെ. അതുകൊണ്ട് സീഡ്ലെസ് ആയിട്ടുള്ള മുന്തിരിങ്ങയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇത് 3 പൗണ്ട് ഉണ്ട്, അതായത് 1.36 കിലോഗ്രാം. അപ്പോൾ ഇതിനി നല്ല വൃത്തിക്ക് കഴുകി എനിക്ക് കുറച്ച് നേരം അതൊന്ന് വെള്ളമൊക്കെ പോയതിന് ശേഷം ഞാൻ നല്ലൊരു കണ്ടെയ്നറിൽ ഇട്ടിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. അടുത്തത് ബനാന, പഴമാണ് വാങ്ങിച്ചത്. ഇത് കുറച്ച് നാളായിട്ട് വാങ്ങുന്നുണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അവിടെ ഇരിക്കുന്ന കണ്ടപ്പം ഒരു കൊതിക്ക് വേണ്ടി വാങ്ങിയതാണ്. കുറേ നാളായിട്ട് വിചാരിക്കുന്നു, ഈ തണുപ്പായ പിന്നെ പഴം കഴിക്കത്തുണ്ടായിരുന്നില്ല. ആക്ച്വലി പച്ച നോക്കിയിട്ടാണ് വാങ്ങിച്ചത്. ഇതിനി 2-3 ദിവസം അത്രേ ഉള്ളൂ. 2-3 ദിവസത്തിനുള്ളിൽ ഇത് എന്തായാലും പഴുക്കും. പിന്നെ ഒറ്റയടിക്കാണിത് ഫുൾ അങ്ങ് പഴുക്കുന്നത്. അതുകൊണ്ട് വേഗം കഴിച്ചെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ചീത്തയായിപ്പോവും. അതുകൊണ്ട് എന്തായാലും ഇത് പഴുത്തിട്ട് നമുക്ക് കഴിക്കാം. ഇതും 3 പൗണ്ട് ഉണ്ട് കേട്ടോ, 1.36 കിലോഗ്രാം തന്നെ. ഇനി അടുത്തത് കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു സാധനമാണേ, ചെറി ടൊമാറ്റോസ്. നോക്ക്, നല്ല ക്യൂട്ടായിട്ടുള്ള ചുമന്നിരിക്കുന്ന തക്കാളികൾ, കുഞ്ഞു തക്കാളികൾ. ഓക്കെ, ഇത് വന്നിട്ട് 1.5 പൗണ്ട്സ് ആണ്, അതായത് 680 ഗ്രാംസ്. ഇത് നമ്മൾ സാലഡ് എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ടസ്കൺ സാമൺ, അത് ഉണ്ടാക്കുമ്പോൾ അതിൽ ഇടാറുണ്ട്. അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റ് പോകുന്ന സാധനമാണ് കേട്ടോ ഇതിവിടെ. ഇത് നമുക്ക് ചുമ്മാതെ വേണമെങ്കിലും കഴിക്കാം. പിന്നെ എന്നും കോസ്കോയിൽ പോവാറുള്ളപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്ന ഒരു സാധനമാണ് മുട്ട. പക്ഷേ ഇത് നമ്മളിപ്പം കഴിഞ്ഞ ആഴ്ചയാണോ 2 ആഴ്ച മുന്നേ പോയപ്പോൾ ഒരു വലിയ, അതായത് 2 ട്രേ ഉള്ള മുട്ടയാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് തീർന്നില്ല. അപ്പം പിന്നെ അത് തീരാതെ വെറുതെ നമ്മൾ അടുത്തേം കൂടെ വാങ്ങിച്ചിട്ട് വേസ്റ്റ് ആക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇപ്രാവശ്യം വാങ്ങിയില്ല. ഇല്ലെങ്കിൽ സ്ഥിരം കോസ്കോയിൽ വാങ്ങുന്ന ഒരു സാധനമാണ് മുട്ട. ഇനി അടുത്തത് നമ്മുടെ കറികളിലൊക്കെ ഒരു അവിഭാജ്യ ഘടകം, അങ്ങനെയല്ലേ പറയുക, അവിഭാജ്യ ഘടകമായിട്ടുള്ള, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സാധനമാണ് സവാള ഗിരി. ഇത് ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഇന്ത്യൻ സ്റ്റോറിൽ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ടായിരുന്നു. പക്ഷേ പിന്നെ എപ്പോഴോ പോയപ്പോൾ പെട്ടെന്ന് കോസ്കോയിൽ ഇരിക്കുന്ന കണ്ടാണ് ഈ സവാള. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു തുടങ്ങിയതാണ്. പക്ഷെ നല്ലതാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്കോയിലെ സവാളയുടെ പ്രത്യേകതയല്ല, നല്ല വലിയ സവാളയാണേ. നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലൊക്കെ കിട്ടുന്നതിനെക്കാട്ടിലും വലുതുമാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ കോസ്കോൻ്റെ പ്രത്യേകത, അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട്, എന്നാൽ ആ ഒരു വിലയ്ക്ക് അനുസരിച്ച് നമുക്ക് കുറേ അധികം സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് ഫ്രഷ് അനിയൻസ് നമ്മൾ വാങ്ങി. നെക്സ്റ്റ് വൺ ഫ്രഷ് റൊട്ടി, അതായത് നമ്മുടെ ചപ്പാത്തി. ഇത് കുക്ക് ചെയ്യാത്ത ചപ്പാത്തിയാണ്. ഈ ഒരു പാക്കറ്റിൽ ഏകദേശം 36 ചപ്പാത്തികൾ വരുന്നുണ്ട്. ഇത് നമ്മൾ കഴിക്കുന്നതിന് തൊട്ട് മുന്നേ പാൻ ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് വെക്കുക. എന്നിട്ട് ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ ചപ്പാത്തി റെഡിയായി കിട്ടും. അപ്പോൾ ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഒരു വട്ടം വാങ്ങി നോക്കി,
അപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ സംഭവം. ഇത് ഏകദേശം നമ്മുടെ ടോർട്ടിയ പോലെ തന്നെയാണ്, റൊട്ടിയാണ്, പക്ഷെ എന്നാലും നമ്മൾ ഈ റോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെടുക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചപ്പാത്തി കറി അങ്ങനെ കഴിക്കാം. സോ 36 ഉണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇരിക്കുകയും ചെയ്യും. ഇതിൽ എഴുതിയിരിക്കുന്നത് അവർ ഓർഗാനിക് വീറ്റ് ഫ്ലവർ വെച്ച് ഉണ്ടാക്കിയതാണെന്നാണ് ആട്ട. പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ ഇത് ഒരു പാക്കറ്റ് എടുത്തു. ഇനി അടുത്തത് നമ്മൾ കോസ്കോയിൽ സ്ഥിരം വാങ്ങിക്കുന്നൊരു സാധനമാണിത് കേട്ടോ. ഇറ്റാലിയൻ സോസേജ് ആൻഡ് ബീഫ് ലസാനിയ എന്ന് പറഞ്ഞിട്ട്. ഇത് ആക്ച്വലി ഒരു ഇറ്റാലിയൻ ഡിഷാണ് ലസാനിയ. ഇത് 2 എണ്ണം ഉണ്ട്, അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. കണ്ടോ, 2 എണ്ണം. അപ്പോൾ അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിന്നർ ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ഇതങ്ങോട്ട് ഉണ്ടാക്കാം. അതായത് അവൻ ചൂടാക്കുക, എന്നിട്ട് ഇത് അങ്ങ് വെക്കുക. ഏകദേശം ഒരു 25-30 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ലസാനി റെഡിയായി കിട്ടും. അപ്പോൾ ടേസ്റ്റിയാണ്. ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല, മിക്കവാറും ഹെൽത്തി ആവാൻ ചാൻസ് ഇല്ല, പക്ഷെ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ വല്ലപ്പോഴും കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ ലസാനിയ. അപ്പോൾ അതും വാങ്ങി. ഇത് ഫ്രോസണായിട്ട് വെക്കേണ്ടതാണ്. ഇനിയപ്പോൾ ഇത് ഫ്രീസറിൽ വെക്കട്ടെ. ഇനി അടുത്തത് കിർക്ക്ലൻഡിൻ്റെ തന്നെ ഒരു സ്വീറ്റ് ഹീറ്റ് സ്നാക്ക് മിക്സ് ആണ്. പലപ്പോഴും ഈ അൺഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ കുറയ്ക്കുന്നതിൽ നല്ലത് കുറച്ച് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കുറയ്ക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ ഞം തിന്നുന്ന ഒരു അസുഖമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊരു ഡബയിൽ വല്ല ആക്കി വെച്ചാൽ വല്ലപ്പോഴും എടുത്ത് കഴിക്കാമല്ലോ. ഇതിനകത്ത് ആക്ച്വലി കുറേ സാധനങ്ങളുണ്ട്. അതുകൊണ്ട് സീസൺഡ് ആമണ്ട്സ്, പിന്നെ സീസൺഡ് കാഷ്യൂസ്, ഹണി റോസ്റ്റഡ് സെസമി സ്റ്റിക്സ്, സീസൺഡ് ഹണി ഗ്ലേസ്ഡ് പെക്കൻസ്. അതില്ലേ, ഇത് പെക്കൻസ് ആണോ പീക്കൻസ് ആണോ പക്കാനാണോ എങ്ങനെയാണ് പ്രൊണൗൺസ് ചെയ്യുന്നതെന്ന് അറിയത്തില്ല. പക്ഷെ ഗൂഗിളിൽ ചോദിച്ചപ്പോൾ പക്കാൻ എന്നാണ് പറയുന്നവർ. സ്പെല്ലിംഗ് ഈസ് ആക്ച്വലി PECANS. ഓക്കെ, ഇതാണ് സംഭവം ഇത്. പിന്നെ ബാർബിക്യൂ ഫ്ലേവേർഡ് ക്രാക്കർ കോട്ടഡ് ആമണ്ട്സ് ഉണ്ട്, പിന്നെ കോൺ നഗറ്റ്സ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു പാക്കറ്റിങ് എടുത്തു. 160 കാലറീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അമ്മേ, ഓക്കെ. ഇനി നമ്മുടെ അടുക്കളയിലേക്ക് അത്യാവശ്യം വേണ്ടുന്ന 2 സാധനങ്ങളാണ്, കുരുമുളക് പൊടിയും പിന്നെ ഈ ക്രഷ്ഡ് റെഡ് പെപ്പറും. അപ്പോൾ അത് 2ഉം വാങ്ങിയിട്ടുണ്ട്. നടന്നു പോകുന്ന വഴിക്ക് അവിടെ ഇരിക്കുന്ന കണ്ടപ്പം വാങ്ങിയതാണ്. ബേ ലീവ്സ് ബിരിയാണിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ അങ്ങനെ എടുത്തതാണ്. നാട്ടിൽ നിന്നാണ് ഞാൻ ആക്ച്വലി കൊണ്ടുവരാറുള്ളത്, പക്ഷേ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ എടുത്തതാണ്. പക്ഷെ ഇത് ഞാൻ ആലോചിക്കുമായിരുന്നു, ഇത് എത്ര നാൾ ഉപയോഗിച്ചാൽ ഇത് തീരും, നോക്ക് എന്തോരം ഉണ്ടെന്ന്. ഗീവ് അവേ എല്ലാം കൊടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ കൊടുത്തേനെ ഞാൻ. ഇനി ഇന്നത്തെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ തിങ്, സോക്സ് ആണിത്. ഇത് അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ $10 10 സോക്സ്. അത് ആക്ച്വലി ഭയങ്കര ലാഭമായിട്ട് തോന്നിയേ. അപ്പോൾ പിന്നെ ഇത് വാങ്ങി. അതായത് 10 എണ്ണം ഉണ്ട്. നോക്കിയപ്പോൾ ഭയങ്കര കളർഫുള്ളും എല്ലാ കളറും ഉണ്ടല്ലേ, മഞ്ഞ, പിങ്ക്, നീല, ബ്ലാക്കും ഗ്രേയും ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തതാണ് സോക്സ്. ഇത് ആങ്കിൾ സോക്സ് ആണേ, അതും കൂടെ നോക്കിയിട്ടാണ് വാങ്ങിയത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതൊക്കെയാണ് ഇന്ന് കോസ്കോയിൽ പോയപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടി വാങ്ങിയ ഐറ്റംസ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ബേ ലീവ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ ഗീവ് അവേയുടെ കാര്യം വന്നില്ലേ, അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. ഗീവ് അവേയുടെ കാര്യത്തിലേക്ക് ഞാൻ വരുമ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി എനിക്കറിയാം ഞാൻ നിങ്ങളെ ആരെയും പറ്റിച്ചിട്ടില്ല. 1 മാസം മുന്നേ എന്തോ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഞാൻ ഗീവ് അവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമായിട്ടാണ് ഈ ഗീവ് അവേ. കാരണം നിങ്ങൾക്കറിയാലോ, അത്യാവശ്യം വലിയ ഫാമിലി ഒന്നും അല്ല നമ്മുടെ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അത് ആക്ച്വലി വലിയൊരു ഫാമിലി തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് എൻ്റെ വക ഒരു ചെറിയ സമ്മാനം കൊടുക്കണം എന്നാണ്, ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1 മാസം മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടത് എത്രയും വേഗം നാട്ടിൽ വരാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇവിടുന്ന്
വാങ്ങിക്കൊണ്ട് വരുന്ന എന്തെങ്കിലും കുഞ്ഞു സമ്മാനങ്ങളായിരിക്കുമേ, കുഞ്ഞു സമ്മാനങ്ങൾ നിങ്ങൾക്ക് തരണം എന്ന്. ഏകദേശം 2-3 പേർക്ക് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ വിസയുടെ കുറച്ച് ഇഷ്യൂസും പ്രോബ്ലം ഒക്കെ ആയിട്ട് ഇപ്പോൾ നമ്മൾ ആക്ച്വലി നാട്ടിൽ വന്നാൽ അവിടെ പെട്ടുപോകുന്ന അവസ്ഥയാണ്. കാരണം നമ്മുടെ വിസ സ്റ്റാമ്പിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, പ്രോസസ്സുണ്ട്. അപ്പോൾ അതിന് നമുക്ക് സ്ലോട്ടുകളൊന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പം നാട്ടിലേക്ക് വരാൻ പറ്റാത്തത്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഗീവ് അവേയുടെ കാര്യങ്ങളൊന്നും പറയാഞ്ഞത്. അപ്പോൾ അതിന് ആദ്യം തന്നെ ഒരു വലിയ സോറി. എന്തെങ്കിലും ഗീവ് അവേയുടെ അപ്ഡേറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതൊന്നെങ്കിൽ ഷോർട്ട് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിലോ ഞാൻ ഇടുന്നതായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഗീവ് അവേ. അതും ഞാൻ ഇവിടുന്ന് ഇനി എന്നാണോ നാട്ടിലേക്ക് വരുന്നത് ആ ഒരു സമയത്ത് ഞാനാണെങ്കിൽ ഗിഫ്റ്റ് കൊണ്ടുവരുന്നതായിരിക്കും. ആൻഡ് അത് 2-3 പേർക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ എന്താണ്, അതൊക്കെ തന്നെയുള്ള വിശേഷം. പക്ഷേ ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം ഞാൻ വിചാരിച്ചില്ല എനിക്ക് വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ എൻ്റെ മടിയെ ഓവർകം ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അതേപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ എന്ത് വീഡിയോസ് കാണണം എന്നാണ് ആഗ്രഹം എന്നുള്ളത് അതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതായത് നിങ്ങൾ പറയുമ്പം ഓക്കെ എനിക്കും അത് ചെയ്യണം എന്ന് ഭയങ്കരമായിട്ട് ഒരു ആഗ്രഹം വരുമല്ലോ, ഒരു മോട്ടിവേഷനാണത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുക്കിംഗ് വ്ളോഗ്സ് എടുക്കണം എന്നുണ്ട്, പിന്നെ എന്തെങ്കിലും പുറത്തല്ലാതെ നമ്മളിപ്പോൾ കറങ്ങാനൊക്കെ പോകുമല്ലോ, അപ്പോൾ ഔട്ടിങ്ങിന് മുമ്പ് എന്തെങ്കിലും ഔട്ടിംഗ് വ്ളോഗ്സ് എടുക്കണം എന്നുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എന്തോ എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതായിരുന്നു സംഭവം. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കതൊരു ശരിക്കും പറഞ്ഞൊരു മോട്ടിവേഷൻ ആയിരിക്കും. പിന്നെ ഇല്ലേ, ഒരു വിശേഷം കൂടിയുണ്ട്. ഞാൻ എൻ്റെ ഡബിൾ ചിന്നൊക്കെ അത്യാവശ്യം കുറച്ചുകൊണ്ട് വരുന്നുണ്ട്. ഡെയിലി ഫേഷ്യൽ എക്സസൈസ് ഒരു 5-10 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ കേട്ടോ. പക്ഷെ ഡെയിലി ചെയ്യുന്നുണ്ട്. അതിൻ്റെ തന്നെ ഒരു റിസൾട്ട് എനിക്ക് ശരിക്കും കാണാനുണ്ട് കേട്ടോ. നേരത്തെ നല്ല രീതിയിൽ അത്യാവശ്യം ഡബിൾ ചിൻ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനിപ്പം മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെ ഡബിൾ ചിന്നൊക്കെ മാറ്റി എന്നുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗൈസ്, അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതായിരുന്നു ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി എഡിറ്റ് ചെയ്ത് വരുമ്പോൾ അറിയാം കേട്ടോ എത്രത്തോളം ഉണ്ടെന്ന്. പിന്നെ അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗ്, അതും കോസ്കോയിലെ ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാമേ. അതുവരെ ടേക്ക് കെയർ ഗൈസ്, ബൈ ബൈ, ടാറ്റാ.